കേരള ഹൈക്കോടതി നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് മാറ്റും എന്ന ഒരു കിംവദന്തി ഏതാണ്ട് ഒരു കൊല്ലത്തോളമായിട്ട് അന്തരീക്ഷത്തിലുണ്ട്. കളമശ്ശേരി മണ്ഡലത്തെ പ്രതികരിക്കുന്ന സഖാവ് പി രാജീവ് നിയമമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷമാണ് ഇങ്ങനൊരു കിംവദന്തി ശക്തിപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് കളമശ്ശേരി. എറണാകുളത്ത് നിന്ന് കളമശ്ശേരിക്ക് മാറ്റിക്കഴിഞ്ഞാൽ സഖാവിന് ഖ്യാതി അടിക്കാം. കളമശ്ശേരിയിൽ ഹൈക്കോടതി സ്ഥാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് വല്ല വിശേഷമുണ്ടോ എന്നുള്ള വേറെ കാര്യമാണ്. കളമശ്ശേരിയിൽ നിന്ന് അധികം ദൂരെയല്ല എറണാകുളം, അടുത്ത മണ്ഡലമാണ്. അവിടെ പോയി വ്യവഹാരം നടത്തുന്നതിന് കളമശ്ശേരിക്കാർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. എറണാകുളത്തുകാർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പുണ്യവും കിട്ടാൻ പോകുന്നില്ല. ഹൈക്കോടതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ വക്കീലന്മാരുടെയും കക്ഷികളുടെയും ജഡ്ജിമാരുടെയൊക്കെ സൗകര്യമാണ് പ്രധാനം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാരണം രാജീവ് ഇവിടെ കളമശ്ശേരിയെ പ്രതികരിക്കുന്നു, അദ്ദേഹം നിയമമന്ത്രിയായിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഹൈക്കോടതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് സ്ഥല സൗകര്യം കുറവാണ്, അതിനേക്കാളും പാർക്കിംഗ് തീരെ കുറവാണ് എന്നുള്ള ഒരു പോരായ്മയാണ്. പക്ഷേ ഈ കെട്ടിടം പണിഞ്ഞിട്ട് അധികം നാളായില്ല. ഈ 2011 മുതൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, ആദ്യം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2011 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വന്നാണ് ഉദ്ഘാടിച്ചത്. ഉമ്മൻചാണ്ടിയും മരാമത്ത് മന്ത്രിയായിരുന്ന മുനീറുമൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ വളരെ കാലം മുമ്പൊന്നുമല്ല ഈ കെട്ടിടം പണിഞ്ഞത്. കെട്ടിടം വളരെ പുതിയതാണ് സർക്കാർ സംവിധാനം അനുസരിച്ച്. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് കോടതി മാറ്റും? എന്തുകൊണ്ട് ചീഫ് ജസ്റ്റിസും സഹ ജഡ്ജിമാരും അതിന് കൂട്ടുനിൽക്കും? പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള താല്പര്യം കൊണ്ടാണോ? അല്ലെങ്കിൽ എറണാകുളത്തേക്കാളും കൂടുതൽ സൗകര്യം ഉള്ള സ്ഥലമാണ് കളമശ്ശേരി എന്നുള്ളതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിലേക്ക്, പുതിയ കെട്ടിടം ഞാൻ ഉദ്ദേശിച്ചത് ഈ പണിയാൻ പോകുന്ന കെട്ടിടമല്ല, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലേക്ക് ഹൈക്കോടതി മാറിയത് എന്ന ചോദ്യം നമ്മൾ ആദ്യം ഉത്തരം കണ്ടെത്തണം. ഹൈക്കോടതി എറണാകുളത്തേക്ക് വരുന്നത് 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947. അന്ന് ഈ പ്രദേശം കൊച്ചി രാജ്യത്താണ്. എറണാകുളം പട്ടണം ഇരിക്കുന്നത് പ്രിൻസിലി സ്റ്റേറ്റ് ഓഫ് കൊച്ചി എന്ന സ്ഥലത്താണ്. അന്ന് തിരുവിതാംകൂറിൽ സ്വന്തമായിട്ട് ഹൈക്കോടതി ഉണ്ട്. ഈ തിരുവിതാംകൂർ ഹൈക്കോടതിയാണ് എറണാകുളത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. അന്ന് തിരുക്കൊച്ചി ഹൈക്കോടതി എന്നാക്കി അതിൻ്റെ പേര് മാറ്റി. തിരുക്കൊച്ചിയുടെ തലസ്ഥാനം തിരുവനന്തപുരമായിട്ട് തീരുമാനിച്ചു. അതിന് ഒരു പ്രത്യുപകാരമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഹൈക്കോടതി എറണാകുളത്തേക്ക് മാറ്റി. ആ കൂട്ടത്തിൽ ലോ കോളേജ് മാറ്റി. അങ്ങനെയാണ് ഇപ്പോൾ ഗവൺമെൻറ് ലോ കോളേജ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ സ്ഥാപനം വന്നത്. അതിനു മുമ്പ് അത് കൊച്ചി അസംബ്ലി മന്ദിരമായിരുന്നു. ഇക്കണ്ടവാരനും പനമ്പള്ളി ഗോവിന്ദമേനോനും ഒക്കെ പ്രധാനമന്ത്രിമാരായിരുന്നത് ഇപ്പോൾ ലോ കോളേജ് ഇരിക്കുന്ന കെട്ടിടത്തിലാണ്. അങ്ങനെ നിയമസഭയും സെക്രട്ടേറിയറ്റും ഒക്കെ തിരുവനന്തപുരത്തേക്ക് പോയി. ലോ കോളേജും അതുപോലെ ഹൈക്കോടതിയും എറണാകുളത്തേക്ക് വന്നു. അന്ന് ഹൈക്കോടതി അന്ന് മുതൽക്ക് പ്രവർത്തിച്ചിരുന്നത് എറണാകുളത്തെ രാംമോഹൻ പാലസ് എന്ന് പറഞ്ഞ കെട്ടിടത്തിലാണ്. അത് വളരെ സൗകര്യപ്രദമായൊരു സ്ഥലമായിരുന്നു. ധാരാളം മരങ്ങളുണ്ട്, പൂന്തോട്ടമുണ്ട്, കിളികളും ഒക്കെ ഉണ്ടായിരുന്നു. കായലിൻ്റെ തീരത്താണ്, നല്ല കാറ്റ് കിട്ടുമായിരുന്നു, നല്ല സ്ഥലമായിരുന്നു. ആർക്കും അതിനെക്കുറിച്ച് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കോടതികളുടെ എണ്ണം കൂടി, ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിച്ചു, വ്യവഹാരികളുടെ എണ്ണം വർദ്ധിച്ചു, അഭിഭാഷകരുടെ എണ്ണം വർദ്ധിച്ചു. അതനുസരിച്ച് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഹൈക്കോടതിയുടെ അനക്സ് പണിഞ്ഞു. അവിടെയാണ് വിഖ്യാതമായി 7-ാം നമ്പർ കോടതിയൊക്കെ ഉണ്ടായിരുന്നത്. 7-ാം നമ്പർ, 8-ാം നമ്പർ, 10-ാം നമ്പർ, 11-ാം നമ്പർ, 12-ാം നമ്പറൊക്കെ അവിടെയാണ്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് ലൈബ്രറിയോട് ചേർന്ന് 13, 14 മുതലായ കോടതികൾ വന്നു. അവിടെ കുറച്ചുകൂടി സ്ഥല സൗകര്യം കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ 19, 20 എന്നൊക്കെ പറഞ്ഞ കോടതികൾ വന്നു. അതൊക്കെ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ്. അതിനോട് ചേർന്ന പ്രദേശത്ത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റെ ചില കെട്ടിടങ്ങളും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ടായിരുന്നു. ഈ കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിപ്പിക്കുന്നു സർക്കാർ സംവിധാനമാണ്. ഒരു കൊല്ലം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിപ്ലോമ കിട്ടും. ഈ ഡിപ്ലോമ ഉള്ളവർക്ക് ജോലി സാധ്യതയും കൂടുതലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കുട്ടികൾ അവിടെ വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഈ സംവിധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഹൈക്കോടതിയിൽ ഒരു അഭിപ്രായം ഉയർന്നു, ഇവിടെയും സ്ഥല സൗകര്യം കുറവാണ്, ഹൈക്കോടതി വികസിച്ച് പടർന്ന് പന്തലിക്കാനുള്ള ഒരു സംവിധാനമാണ്, ഇവിടുന്ന് മാറ്റണം. അതിന് പല സ്ഥലങ്ങളും ആലോചനകളുണ്ടായിരുന്നു. ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര കലവറയ്ക്ക് വേണ്ടി എടുത്തിട്ട സ്ഥലമാണ്. അവിടേക്ക് മാറ്റാം എന്ന ആലോചന കലൂർക്ക്. വേറെ മറ്റു പല സ്ഥലങ്ങളുണ്ടായിരുന്നു. കാക്കനാടാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമുണ്ട്, അവിടെ സ്ഥലം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള അഭിപ്രായമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഹൈക്കോടതി മന്ദിരത്തിന് തറക്കല്ല് മാത്രമേ ഇട്ടുള്ളൂ. അതവിടെ വെറുതെ കിടന്നു. പിന്നീട് ഇനി പറയാൻ പോകുന്നതിൽ പ്രധാനപ്പെട്ട കഥ UP സിംഗ് എന്ന് പേരുള്ള ഒരു ബീഹാറുകാരൻ
കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായിട്ട് വന്നു. ഉദയപ്രതാപ് സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ ഇദ്ദേഹത്തെ എറണാകുളത്ത് വക്കീലന്മാരെ വിളിച്ചത് ഉഗ്രപ്രതാപ് സിംഗ് എന്നായിരുന്നു. പേര് പോലെയാണ്, ഉഗ്രപ്രതാപിയാണ് അദ്ദേഹം. ഇതിൻ്റെ രീതികൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അത്രയും എന്താണ് നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുമായ രീതികളായിരുന്നു. പുള്ളി ഈ ഷോലെ സിനിമയിലെ ഗബ്ബർ സിംഗിനെ കണ്ടില്ലേ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ബെഞ്ചിലിരുന്ന് ഗർജിക്കും. ഐ എം എ രജപുത്ത്, അൺലൈക്ക് മൈ ബ്രദർ ഈസ് എ പണ്ഡിറ്റ് എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത് ജഡ്ജി ശങ്കര സുബ്ബൻ എന്ന് പറഞ്ഞ ഒരു പരദേശ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. ശങ്കര സുബ്ബൻ സ്വാമിയെപ്പോലെ ഒരു ബ്രാഹ്മണനല്ല, ഞാൻ രജപുത്രനാണ് എന്നാണ് പുള്ളി പ്രഖ്യാപിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി രജപുത്രനാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, പക്ഷേ നമ്മൾക്കത് ബോധ്യമാകണം എന്ന അദ്ദേഹത്തിന് ഒരു ധാരണ. പുള്ളി ഗർജിക്കുകയാണ് ചെയ്യുക, ഗബ്ബർ സിംഗിനെ പോലെയാണ്. അങ്ങനെ ഗർജിച്ചുകൊണ്ടിരുന്ന ഒരു സിംഹമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആൾ, ഏറ്റവും വലിയ കൈമണിക്കാരൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ എം കെ ദാമോദരനാണ്. ദാമോദരനാണ് ഈ രജപുത്രനെ കൊണ്ടുവരുന്നത്. വന്ന അന്ന് മുതൽക്ക് പോകുന്ന അന്ന് വരെ. അപ്പോൾ യു പി സിംഗിനെ സുപ്രീം കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്ത് പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. പുള്ളി നോക്കിയപ്പോൾ അതിനെന്താണ് ഒരു ഞെളുക്ക് വിദ്യ എന്ന് വന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നി. ഹൈക്കോടതി ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കും. ഹൈക്കോടതി തറക്കല്ലിട്ട് പോയല്ലോ, അത് എവിടെ പണിയുമെന്ന് ആലോചിച്ചപ്പോൾ പിന്നെ സ്ഥലം കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അന്വേഷിച്ച് നടക്കണം, സ്ഥലം കണ്ടുപിടിക്കണം, സർവേ നടത്തണം, കുറ്റി അടിക്കണം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുള്ളി എന്ത് വെച്ചാൽ ഇപ്പോൾ ഹൈക്കോടതി ഇരിക്കുന്ന കെട്ടിടം എന്ന് പറഞ്ഞാൽ പഴയ കെട്ടിടത്തോട് അടുത്തുള്ള കെട്ടിടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റെ ചില കെട്ടിടങ്ങളും അവരുടെ ക്യാൻറ്റീനും നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്, ചെറിയ സ്ഥലമാണ്. അവിടെ വളരെ പെട്ടെന്ന് ഒരു കെട്ടിടം പണിയാൻ പുള്ളി തീരുമാനിച്ചു. അത് ചീഫ് ജസ്റ്റിസ് വിചാരിച്ച കെട്ടിടം പണിയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഹിതം എം കെ ദാമോദരൻ അറിയിച്ചു. ദാമോദരൻ വെറും ഒരു അഡ്വക്കേറ്റ് ജനറലല്ല, ഗോപാലകൃഷ്ണ കുറുപ്പിനെ പോലെയോ രത്നസിംഗിനെ പോലെയോ സുധാരപ്രസാദിനെ പോലെയുള്ള ഒരു അഡ്വക്കേറ്റ് ജനറലല്ല. അദ്ദേഹം വലിയ ഭരണാധികാരം കൂടിയുള്ള ഒരാളാണ്. അന്ന് സത്യത്തിൽ മുഖ്യമന്ത്രി നയനാരാണെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന ദാമോദരൻ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശിയും കൂടി കൂടിയിട്ടാണ്. അവരാണ് ശരിക്കും നാട് ഭരിച്ചത്. ഒരാൾ തിരുവനന്തപുരത്തും ഒരാൾ എറണാകുളത്തും. ഇത് ദാമോദരൻ ഉടനെ തന്നെ നിവർത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ ആ കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ക്യാൻറ്റീനും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റെ ആ ഭാഗത്തുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് അവിടെ ഹൈക്കോടതിയുടെ പുതിയ ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചു. അതിനപ്പം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി, അംഗീകാരം വാങ്ങിച്ചു. മരാമത്ത് മന്ത്രി പി ജെ ജോസഫാണ്. ജോസഫായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഹൈക്കോടതിയിലുണ്ട്. അതുകൊണ്ട് ജോസഫിന് വലിയ ഉത്സാഹമായി. അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എ എം അഹമ്മദിയെ കൊണ്ടുവന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നടത്തി. രണ്ടാമത്തെ ഉദ്ഘാടനം, ആദ്യം തറക്കല്ല്, രണ്ടാമത് ഉദ്ഘാടനം. അങ്ങനെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നടത്തി. അപ്പോൾ അഹമ്മദി ഇവിടം വരെ വന്നിട്ട് വെറും കൈയോടി പറഞ്ഞേക്കുന്നത് ശരിയല്ലോ. അതുകൊണ്ട് ദാമോദരൻ്റെ ഒരു ശുപാർശയിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇദ്ദേഹത്തിന് നിയമത്തിൽ ഡോക്ടറേറ്റ് കൊടുത്തു. LLD എന്ന് പറഞ്ഞ ഒരു ഓണററി ഡോക്ടറേറ്റ്, നമ്മുടെ ശശിധരൻ കർത്താവിന് കൊളംബോയിൽ കിട്ടിയ പോലത്തെ ഒരു ഡോക്ടറേറ്റ് ഇവിടുന്ന് കൊടുത്തു. കൊച്ചി സർവകലാശാലയും അതുകൊണ്ട് പുളകിതമായി. അഹമ്മദിക്ക് വലിയ സന്തോഷമായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അഹമ്മദി ഒരു മര്യാദകേട് കാണിച്ചു. ഈ യു പി സിംഗിനെ സുപ്രീം കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്തില്ല. പുള്ളി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് തന്നെ റിട്ടയർ ചെയ്തു. അങ്ങനെ അന്ന് അപ്രൂവ് ചെയ്ത പ്ലാൻ പിന്നെ പല പ്രാവശ്യം മാറ്റി അവസാനം അത് ആൻ്റണി സർക്കാരിൻ്റെ കാലത്ത് പണി ഏറെക്കുറെ പൂർത്തിയായി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2006 അതിൻ്റെ ഉദ്ഘാടനം നടത്തി. അന്നത്തെ ചീഫ് ജസ്റ്റിസ് വന്ന് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇതിൻ്റെ പണി വളരെ മോശമാണ്. നമ്മുടെ PWD കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും തന്നെയാണ് പണിഞ്ഞത്. ഈ കെട്ടിടം ഏതാണ്ട് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിൽ പതിച്ചു കൊടുത്ത പാലാരിവട്ടം പാലത്തെ പല പ്രകാരത്തിലും അനുസ്മരിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഹൈക്കോടതി കെട്ടിടത്തിൽ വരുന്ന നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പച്ച നിറമുള്ള കർട്ടൻ കൊണ്ട് മറച്ചിരിക്കുന്നതായി കാണാം. എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് നിലം പൊത്തുന്നത് എന്ന കാര്യം ബ്രഹ്മാവിനോ മഹാവിഷ്ണുവിനോ ആർക്കാണ് ഇതിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് എനിക്കറിയില്ല. ആ ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും ദയനീയമായിട്ടാണ് PWDക്കാർ കെട്ടിടം പണിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കമ്പി വളരെ കുറവാണ്, സിമൻറ്റ് തീരെയില്ല. 8 നിലയിൽ ഇതെങ്ങനെ ഒരു വലിയ ദൃശ്യവിസ്മയമായിട്ട് നിലനിൽക്കുകയാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം അന്ന് ഇന്ത്യ വിഷൻ ചാനലുണ്ട്, നികേഷ് കുമാർ വിളിച്ചിട്ട് ഞാനതിൽ പോയി പങ്കെടുത്തു. അന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായം, ഞാൻ ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇത് PWDയുടെ ചരിത്രത്തിലെ ഏറ്റവും
വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് വൈകൃതമാണ്. ഒന്നാമത്തേത് കേരള നിയമസഭാ മന്ദിരമാണ്. രണ്ടാമത്തേത് അതിനോട് ഏത് നിലയ്ക്കും കിടപിടിക്കുന്ന ഹൈക്കോടതി നിർമ്മിതിയാണ്. ഇത്രയും ഭയാനകമായ ഒരു കോൺക്രീറ്റ് വൈകൃതം കൊച്ചി നഗരത്തിന് മുതൽക്കൂട്ടായി എന്ന് പറയും. മാത്രമല്ല കാക്കയ്ക്കിരിക്കാൻ തണലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. പാർക്കിങ്ങില്ല. കോടതിയിൽ നിന്ന് കാലെടുത്ത് നോക്കുന്നത് നട റോട്ടിലേക്കാണ്. ഇത്രയും അസൗകര്യത്തോടുകൂടിയ ഒരു കെട്ടിടം ഇത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി പണിയിച്ചു എന്ന് ചോദിച്ചു. അത് കേട്ടിട്ട് അന്നത്തെ പല ജഡ്ജിമാർക്കും വലിയ മനപ്രയാസം ഉണ്ടായി. വളരെ സൗമ്യരായ ജഡ്ജിമാർ പോലും ഇത് കേട്ട് രോഷാകുലരായി എന്നാണ് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പിന്നീട് എന്നോട് പറഞ്ഞത്. എനിക്കത് അവർ രോഷാകുലരായെന്ന് കേട്ടിട്ട് പ്രത്യേകിച്ചും സ്തോഭമൊന്നും ഉണ്ടായില്ല. അവർക്ക് എന്ത് തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് തോന്നുന്ന പോലെ പറയും എന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ അവർക്ക് ബോധ്യമായി ഒരു സൗകര്യവുമില്ല. ഉള്ള സൗകര്യങ്ങളൊക്കെ പരിതാപകരമാണ്. അതുകൊണ്ട് കളമശ്ശേരിക്കും മാറ്റിക്കളയാം എന്ന സുചിന്തിതമായ തീരുമാനത്തിലെത്തി. അപ്പോൾ മന്ത്രി രാജീവിന് ഖ്യാതി അടിക്കാം, ജഡ്ജിമാർക്കും ഇവിടത്തേക്കാളും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കളമശ്ശേരിയിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൽ പെട്ടുപോകുന്നൊരു വിഭാഗം വക്കീലന്മാരാണ്. ഹൈക്കോടതിയുടെ പരിസരത്ത് സ്ഥലം മേടിച്ചവരുണ്ട്, സ്ഥലം മേടിച്ച് കെട്ടിടം പഠിച്ചവരുണ്ട്. അല്ലെങ്കിൽ അവിടെ തന്നെ ദാമോദരൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്നുപോയ ജുഡീഷ്യൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടെ വക്കീലന്മാർ ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. വക്കീൽ ഓഫീസ് അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇനി ഇവിടുത്തെ കുറ്റിയും പിടുത്ത് കളമശ്ശേരിക്ക് കൊണ്ടുവരും. അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അഭിഭാഷക സംഘടനകൾ പ്രമേയം പാസ്സാക്കുന്നുണ്ട്. ഇതൊന്നും ഈ നാട്ടിൽ പ്രാവർത്തികമല്ല. അത് കളമശ്ശേരിയിൽ ചെന്നാലേ ഇനിയിപ്പോൾ നീതി കൃത്യമായിട്ട് നടപ്പാവുകയുള്ളൂ എന്ന നിലപാടിലാണ്. അതിനുവേണ്ടി ഇതിൻ്റെ സ്ഥലപരിശോധന നടത്താനും കേട്ട് 5 ജഡ്ജിമാരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പത്രത്തിൽ വായിച്ചു. നല്ല കാര്യമാണ്. ഇതൊക്കെ നടക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം മനുഷ്യൻ എങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളിടത്താണല്ലോ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നത്. വ്യവഹാരികളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം, വക്കീലന്മാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം, ഗുമസ്തന്മാരെ എങ്ങനെ കഞ്ഞൂടി മുട്ടിക്കാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ഒരു വലിയ വിജയം. നീതിന്യായ സംവിധാനം മാത്രമല്ല, എല്ലാ സംവിധാനങ്ങളും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ സംവിധാനം വിജയിച്ച് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് UP സിംഗിന് എന്ത് പറ്റിയെന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കും. UP സിംഗ് ഇവിടുന്ന് റിട്ടയർ ചെയ്ത് സ്വദേശമായ ബീഹാറിലേക്ക് പോയി. ബീഹാർ ചെന്ന ഉടനെ അദ്ദേഹം ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയിൽ ചേർന്നു, രാഷ്ട്രീയ ജനതാദൾ അതിൽ ചേർന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെയാണ് അദ്ദേഹം ഇവിടുന്ന് ചെന്ന് പാർട്ടിയിൽ ചേർന്നു എന്ന് മാത്രമല്ല, അന്ന് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന റാബഡി ദേവിയുടെ കാൽക്കൽ ഇദ്ദേഹം നമസ്കരിച്ചു. പടം പത്രത്തിൽ വന്നു. അത് കണ്ട് ഞങ്ങളൊക്കെ കോരിത്തരിച്ചു പോയ സംഭവമാണ്. നമ്മുടെ ഏക വിറപ്പിച്ച ഉദയപ്രതാപ് സിംഗ് എന്ന ഉഗ്രപ്രതാപ് സിംഗ് ചീഫ് ജസ്റ്റിസിൻ്റെ നമ്മുടെ അന്നത്തെ കൈകൂലിക്കാരിയായ അഴിമതിക്കാരിയായ റാബറി ദേവിയുടെ അവരുടെ ഭർത്താവ് ലാലു പ്രസാദിൻ്റെ കാൽക്കൽ നമസ്കരിച്ച് കാണുന്ന പോലെ സന്തോഷകരമായിട്ട് നമുക്ക് വേറെ എന്തുള്ളത്. അത് കണ്ട് ഞങ്ങളൊക്കെ കോരിത്തരിച്ചു. അങ്ങനെ അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബക്സർ മണ്ഡലത്തിൽ മത്സരിച്ചു. ബക്സറാണ് എൻ്റെ ഓർമ്മയിൽ. ബക്സറിലെ ജനങ്ങൾക്ക് കേരളത്തിലെ വക്കീലന്മാരെക്കാളും അഡ്വക്കേറ്റ് ജനറൽ ദാമോദരനേക്കാളൊക്കെ വകതിരിവുണ്ടായിരുന്നുകൊണ്ട് ഇദ്ദേഹം തോറ്റുപോയി. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് ഈ സമീപകാലത്ത് മരിച്ചതായിട്ട് പത്രത്തിൽ വാർത്ത കണ്ടു. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. പക്ഷേ ഇദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ഈ കഠിന ഹൃദയനായ ഞാൻ അറിയാതെ സന്തോഷിച്ചു പോയി. എങ്ങനെ സന്തോഷിക്കാണ്ടിരിക്കും? നിങ്ങളെന്നൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.